ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് അവർ രഹസ്യമായി ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ സീക്രട്ട് ഡിസയർ എന്താണ്, നിങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചോ അവർ രഹസ്യമായി ചിന്തിക്കുന്നത് എന്താണ്. ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതാണ്. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു രഹസ്യമാക്കി അവർ വെച്ചിരിക്കുന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ രഹസ്യമായ ആഗ്രഹം എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് കുറച്ചൊരു മിഡിൽ ഏജിൽ ഉള്ളതോ അല്ലെങ്കിൽ കൂടുതൽ ഏജ് ഉള്ളതോ ആയ ഒരു വ്യക്തിയായിരിക്കാം. അതായത് ടീനേജിൻ്റെ ഒരു എനർജിയോ വളരെ യങ് ആയിട്ടുള്ള വ്യക്തിയുടെ എനർജിയോ അല്ല, നല്ല പക്വതയുള്ള വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. മെയിൽ പേഴ്സൺ ആണെങ്കിലും ഫീമെയിൽ പേഴ്സൺ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അത്രയും ഏജുള്ള വ്യക്തികളല്ല, ഒരു യങ് ആണെങ്കിൽ പോലും മെൻ്റലി നോക്കുവാണെങ്കിൽ നല്ല പക്വതയോടെ കാര്യങ്ങൾ ചെയ്യുന്ന കുറച്ച് മെച്യൂർ ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തിയാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് പറയാം. നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ഈ റീഡിംഗ് കാണുന്നത് ആ വ്യക്തിയുമായി നിങ്ങൾക്ക് കുറച്ച് അധിക നാളത്തെ പരിചയമുണ്ട്. അല്ലാതെ ഈ അടുത്ത് തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പോ അങ്ങനെയൊന്നുമല്ല ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഒരുപാട് നാളത്തെ പഴക്കം നിങ്ങളുടെ ആ ഒരു ബന്ധത്തിനുണ്ട്. ഈ ഒരു സ്പ്രെഡിൽ എടുത്തു പറയത്തക്ക ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഒരു പിണക്കം അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ്, നോ കോണ്ടാക്റ്റ് ഒക്കെ വരാനുള്ള ഒരു പ്രധാന കാരണം ഒരു ലേഡിയുടെ സാന്നിധ്യമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനിടയ്ക്ക് നിങ്ങളെ തമ്മിൽ വേർപിരിക്കുന്ന രീതിയിൽ വന്നിരിക്കുന്നത് ഒരു ഫീമെയിൽ എനർജി തന്നെയാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഇതൊരു പക്ഷേ ഇവരുടെ അമ്മയാകാം, നിങ്ങളുടെ പേഴ്സൻ്റെ അമ്മയാകാം, അല്ലെങ്കിൽ സഹോദരിയാകാം, അങ്ങനെ ആരുമാകാം. ഇവരെ അത്രത്തോളം കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റുന്ന സുഹൃത്തോ അല്ലെങ്കിൽ ഒരു ലവറോ ഒക്കെ ആകാം. ഇനിയിപ്പോൾ നിങ്ങളൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ ഇവരുടെ അതായത് ഈ ഒരു പേഴ്സൻ്റെ വൈഫോ അങ്ങനെ ഏത് രീതിയിലുള്ള പേഴ്സണും ഇതിനകത്ത് വരാം ഒരു തേർഡ് പാർട്ടിയായിട്ട്. ഇവിടെ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ വ്യക്തിയുടെ മേലെ അത്രത്തോളം ഒരു സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ അവരെ നിങ്ങളുടെ പേഴ്സൺ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അവർക്കൊരു പരിഗണന നിങ്ങളുടെ പേഴ്സൺ കൊടുക്കുന്നുണ്ട്. അതായത് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുള്ള ആ ഒരു വ്യക്തിക്കാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവരെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അനുസരിക്കുകയോ അവർ പറയുന്നത് പോലെയൊക്കെ ചെയ്യുന്നതിൽ നിങ്ങളുടെ വ്യക്തിക്ക് വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. ആ പേഴ്സൺ അവരെ ഫോളോ ചെയ്തിങ്ങനെ പോകുന്നു. അവരോട് ഈ ഒരു ഫീമെയിൽ എനർജിയോട്, അതായത് അവർക്കൊരു പേടിയോ അല്ലെങ്കിൽ അവരോട് എതിർത്ത് സംസാരിക്കാൻ അവർക്ക് പേടിയോ ഒക്കെ ഉള്ളതായിട്ട് കാണുന്നു. ഒരു പക്ഷേ നിങ്ങളുമായ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും സിങ്ക് ആയിരിക്കുന്ന സമയത്ത് പോലും ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കാം. കാരണം അത് ചിലർക്ക് അമ്മയോ സഹോദരിയോ മറ്റാരെങ്കിലുമോ ഒക്കെ ആയിരിക്കാം. എന്നാൽ അത് നിങ്ങൾക്കും കൂടി അറിയാമായിരുന്നിരിക്കണം. എന്താണ് ആ തേർഡ് പാർട്ടി ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ന വ്യക്തിയാണ് എന്ന് നിങ്ങൾക്കും കൂടി അറിയാമായിരിക്കണം. ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഇവർക്കൊരു മോശം അനുഭവം ഉണ്ടായാൽ പോലും അവരത് പുറത്തിങ്ങനെ പറയത്തില്ല. പുറത്ത് പറയാൻ അവർക്ക് സാധിക്കില്ല. കാരണം ഈ ഒരു തേർഡ് പാർട്ടിയോട് അവർ അത്രത്തോളം ഒരു അഡിക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കുറ്റങ്ങളൊന്നും പറഞ്ഞു നടക്കാനൊന്നും അവർ ഇഷ്ടപ്പെടുന്നില്ല. ഇനി അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഈ തേർഡ് പാർട്ടി ചെയ്യുകയാണെങ്കിൽ പോലും അവർ ചെയ്താൽ പോലും അവർ മോശമാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുക പോലും ഇല്ല എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവരിത് പെട്ടിരിക്കുകയാണ്. ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഇത്രയും അധികം പരിഗണന കൊടുക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് അധികം നാളുകളായിട്ട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് ഒന്നും തരാത്തൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഒഴിഞ്ഞു മാറുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അവരെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് കമ്മിറ്റ്മെൻറ്റ്സ് തരണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അവരെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, അതായത് നിങ്ങൾക്ക് അവരുടെ ലൈഫിലേക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും ഇല്ലാത്തതുപോലെയൊക്കെ ആവാം അവർ പെരുമാറിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടാവാം. അവരുടെ ഉള്ളിലുള്ള ഒരു ഇമോഷൻസ് നിങ്ങളുടെ മുന്നിൽ ഇവർ
തുറന്നു കാണിച്ചിട്ടില്ല. കുറച്ചധികം നാളുകളായിട്ട് നിങ്ങളോട് വളരെ സോഫ്റ്റും കെയറിങ്ങും ഒക്കെ ആയിട്ട് പെരുമാറിക്കൊണ്ടിരുന്നവരായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരൊരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നുണ്ടാകാം. ചിലവർക്ക് തീർത്തും നോ കോണ്ടാക്റ്റ് ആകാം, ചിലവർക്ക് ഓൺ ആൻഡ് ഓഫ് എന്ന രീതിയിൽ പോകുന്നുണ്ടാകാം. പക്ഷേ നിങ്ങൾ പേടിച്ചിട്ട് ഇവരോട് ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, തേർഡ് പാർട്ടി ഇന്ന വ്യക്തിയാണെന്ന് നിങ്ങൾക്കറിയാം എങ്കിൽ കൂടിയും ഈ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോകുമോ എന്നോർത്ത് പേടിച്ച് മിണ്ടാതിരിക്കുന്നവരാകാം നിങ്ങൾ എന്നാണ് ഇവിടെ ഒരു എനർജി നമുക്ക് കിട്ടുന്നത്. അതുപോലെ എൻ്റെ ഈഗോ ഇതിനു വേണ്ടിയിട്ട് ഹർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന എനർജിയിൽ നിങ്ങൾ കുറച്ച് പേരെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നവരും ഉണ്ടാകാം. ഇവിടെ ഇവരുടെ ഒരു സീക്രട്ട് ഡിസയർ നോക്കുകയാണെങ്കിൽ, രഹസ്യമായ ആഗ്രഹം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ളത് അവർ തന്നെയായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ആ ഒരു മനോഭാവം മാറ്റുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനുള്ളിൽ തന്നെ കിട്ടിയിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ ബ്ലോക്കൊക്കെ മാറ്റിയിട്ടുള്ളതായിട്ട് കാണപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പിന്നെ നമ്മൾ നിങ്ങളുടെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ അഡിക്റ്റഡ് ആണ്. ഈ പേഴ്സണുമായിട്ട് നിങ്ങൾ ഒത്തിരി അഡിക്റ്റഡ് ആണ്. ഈ പേഴ്സണെ വട്ടം ചുറ്റി നിങ്ങൾ നിൽക്കുകയാണ്. ഇത് മതി, ഈ ഒരു റിലേഷൻഷിപ്പ് മതി, എന്തൊക്കെ പ്രശ്നം വന്നാലും ഇനി തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ കൂടിയും എനിക്കൊരു കുഴപ്പമില്ല, പഴയ രീതിയിലൊക്കെ ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് വരണം, പഴയ രീതിയിലാകണം എന്ന് തന്നെയാണ് നിങ്ങളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. അവരതൊന്നും മൈൻഡ് അടിക്കുന്ന പോലും ഇല്ല. കാരണം അവർ ട്രാപ്ഡ് ആണ് എന്ന് അവർക്ക് തോന്നുന്നില്ല. അത് സാധാരണ രീതിയിൽ ഒരു കാര്യമായിട്ടാണ് അവർ കാണുന്നത്. കാരണം ഈ ഒരു നെഗറ്റീവ് എനർജി അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ ഇത്രയധികം സഹനത്തിലൂടെ അല്ല ഇത്രയധികം പ്രശ്നങ്ങളിലൂടെ ഈ ഒരു തേർഡ് പാർട്ടി കാരണമാണ് ഈ ലൈഫിൽ എനിക്ക് പ്രശ്നം വരുന്നത്, ഇതൊന്നും അവർക്ക് മനസ്സിലാക്കാൻ പോലും സാധിക്കുന്നില്ല. അതേസമയം തന്നെ നിങ്ങളിലേക്ക് വരണം, ഒരു കമ്മ്യൂണിക്കേഷൻ തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിയോട് വൈരാഗ്യബുദ്ധിയൊന്നും ഇവർക്കില്ല. അവർ അങ്ങനെ ചിന്തിക്കാത്തതിൻ്റെ കാരണം ഇവരൊരു നെഗറ്റീവ് എനർജിയിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ അത് ബ്ലാക്ക് മാജിക് പോലെ എന്തോ ഒന്നാണ് എന്ന് നമുക്ക് അനുമാനം കിട്ടുന്നുണ്ട്. ഇവിടെ അവർക്ക് പോലും അത് തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയിൽ പക്ഷേ വീണ്ടും ഇവരൊരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് നിങ്ങളുടെ കാര്യം ഓർത്ത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് നിങ്ങൾ തമ്മിൽ. അതുകൊണ്ടാണ് അത്രയും ഒരു നെഗറ്റീവ് എനർജിയിലും ഇവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാകുന്നു. നിങ്ങളും വളരെ അഡിക്റ്റഡ് ആണ് എന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും മൂവ് ഓൺ ചെയ്ത് പോകാൻ ശ്രമിച്ച വ്യക്തികളാണ്, പക്ഷേ നിങ്ങൾക്ക് അതിന് പറ്റുന്നില്ല. കാരണം ഇത് തന്നെയാണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് അത് സാധിക്കാതെ വരുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയുടെ ഒരു കൺട്രോളിലാണെങ്കിലും ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഒരു സോൾ കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട്, അത് ആർക്കും കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ഒരു പേഴ്സൺ മൂവ് ഓൺ ചെയ്ത വ്യക്തിയാണ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന്. ചിലപ്പോൾ പറഞ്ഞിട്ട് പോയവരായിരിക്കാം, അങ്ങനെയാണെങ്കിലും ഇപ്പോൾ പറയാതെ പോയവരായിരിക്കാം. എങ്ങനെയാണെങ്കിലും ഞാൻ തിരഞ്ഞെടുത്ത വഴി തന്നെയാണ് ശരിയെന്ന് ചിന്തിച്ച് തേർഡ് പാർട്ടിയിലേക്ക് തന്നെ പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ ഇവരൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർ ചെയ്യുന്നതാണ് ശരിയെന്നാണ് അവർ പറയുന്നതും അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ളത്. അതായത് ഇവരോട് നിങ്ങൾ തേർഡ് പാർട്ടിയുടെ ഒരു കൺട്രോളിലാണ് എന്ന് ഒക്കെ പറഞ്ഞു നോക്കുകയോ അല്ലെങ്കിൽ ആരെക്കൊണ്ടെങ്കിലുമൊക്കെ പറയിക്കുമ്പോൾ അപ്പോൾ ഈ ഒരു പേഴ്സൺ അത് സമ്മതിച്ചു തരില്ല. അല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്, അല്ലാണ്ട് എന്നെ ആർക്കും കൺട്രോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ അവരുടെ കൺട്രോളിലൊന്നുമല്ല എന്നൊക്കെ തന്നെയാണ് ഇവർ പറയുക. ഇപ്പോൾ ഈ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റിനൊപ്പം തന്നെ അവർക്ക് അറിയാം തേർഡ് പാർട്ടിയും നിങ്ങളുമായിട്ട് ചേരുന്നത് അവർക്ക് ഇഷ്ടമല്ല, തേർഡ് പാർട്ടിക്ക് ഇഷ്ടമല്ല നിങ്ങളുമായിട്ട് ചേരുന്നത്. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടമല്ല തേർഡ് പാർട്ടിയായിട്ട് ക്യാരി ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം അവർക്കറിയാം. ആ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ പോലും ഇതൊന്ന് ബാലൻസ്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ അറിയാതെ കൊണ്ടുപോകാൻ, അതായത് നിങ്ങളുടെ തേർഡ് പാർട്ടി അറിയാതെ കൊണ്ടുപോകാനായിരിക്കും ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ രണ്ടുപേരുണ്ടെങ്കിലും പ്രശ്നമില്ല. ഇപ്പോൾ നിങ്ങളുമായിട്ടൊരു കണക്ഷനാണ് അവർക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരെയും എങ്ങനെയെങ്കിലുമൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിക്കും. അതായത് നിങ്ങളെയും തേർഡ് പാർട്ടിനെ ഒരുമിച്ച് ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുമെന്നാണ് ഇവരുടെ മനസ്സിലിപ്പോൾ ഉള്ളത്. അങ്ങനെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി പേർക്കും കോണ്ടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവാം എന്ന് വിചാരിക്കുകയാണ് ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ കോണ്ടാക്റ്റിൽ വരുമ്പോൾ നിങ്ങൾ ഇനി തേർഡ് പാർട്ടി ഒഴിവാക്കി കൂടെ, നമ്മളിപ്പോൾ ഓൾറെഡി റിലേഷൻഷിപ്പിലായല്ലോ, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നല്ലോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ഇവരുടെ കണ്ണിൽ നിങ്ങൾ തന്നെയായിരിക്കും തെറ്റുകാർ. നിങ്ങളെ അവർ ബ്ലെയിം ചെയ്യാനായിട്ട് തുടങ്ങും. എന്നിട്ട് അവർ ചിന്തിക്കും അല്ലെങ്കിൽ നിങ്ങളോട് പറയും, ഈ പറയുന്ന തേർഡ് പാർട്ടി ഒരിക്കലും നമ്മുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നക്കാരിയല്ല,
അല്ല, നീ തന്നെയാണ് പ്രശ്നക്കാരി എന്ന രീതിയിൽ അവർ സംസാരിക്കാനായിട്ടൊക്കെ തുടങ്ങും. നിങ്ങളെ അവർ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. കാരണം ഈ ഒരു നെഗറ്റീവ് എനർജി അവരുടെ മുന്നിൽ ഇങ്ങനെ ഒരു ഒരു കർട്ടൻ പോലെ അല്ലെ ഒരു തിരശീല പോലെ ഇങ്ങനെ വീണിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അവർക്ക് എന്താണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ഇപ്പോൾ നിങ്ങളെ തേടി വരുന്നത് ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളത് കൊണ്ടാണ്. എന്ത് നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്, ഒരു സോൾ കണക്ഷൻ നിങ്ങൾ തമ്മിലുള്ളത് കൊണ്ട് അത് അറുത്ത് മാറ്റിക്കൊണ്ട് പോകാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ് അവരിപ്പോൾ നിങ്ങളെ അന്വേഷിച്ച് വീണ്ടും എത്തുന്നത്. പിന്നെ നമുക്കിവിടെ പറയാം അവരുടെ ഒരു സീക്രട്ട് ഡിസയർ എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ് നിങ്ങളിലേക്ക് വരിക, നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ തരിക, നിങ്ങൾ പഴയതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവർക്കിവിടെ ഒരു രഹസ്യമായിട്ട് അവർ ചിന്തിക്കുന്ന ഒരു ആഗ്രഹം, അവരുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ആഗ്രഹം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. ഈ റീഡിങ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.